ഫ്രണ്ട്സ് രാവിലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടുന്ന സൈറ്റ് തപ്പലായിരുന്നു പരിപാടി. അങ്ങനെ നമ്മളൊരു വെബ്സൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പരിചയപ്പെട്ടാലോ? വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്കൊരു ഇൻഫർമേഷനും ആവും. ഈ ഒരു സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഫോളോവേഴ്സ് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക. അതേപോലെ മച്ചാന്മാരെ നമ്മുടെ ചാനൽ 15K സബ്സ്ക്രൈബ് ആയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുക, പിന്നെ അതേപോലെ കമൻറ്റ് എഴുതിയിടുക. നിങ്ങൾ എങ്ങനെ കമൻറ്റ് ഇടുക? കമൻറ്റ് ഇടുന്നവർക്ക് ഫോളോവേഴ്സ് ഉണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കമൻറ്റ് ഇടാൻ നേരത്തെ എന്ത് ചെയ്യുക? നിങ്ങൾ നല്ല കമൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ യൂസർ നെയിം കൂടെ മെൻഷൻ ചെയ്താൽ പറ്റുന്നവർക്കൊക്കെ ഞാൻ ഫോളോവേഴ്സ് കയറ്റി തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ബ്രോ ഇതെന്താണ് 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക് ഫോളോവേഴ്സ് ലൈക്സ് വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം താഴെ കാണാറുണ്ടല്ലോ എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അതെന്തുവാന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെ വാച്ച് നൗവിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് യൂട്യൂബിൽ പോയിട്ട് എൻ്റെ തന്നെ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് ഫോളോവേഴ്സ് വാങ്ങാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റ് എന്ന് പരിചയപ്പെട്ടാലോ? മച്ചാന്മാരെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ബ്ലാക്ക് ബോക്സിൽ ഓപ്പൺ വെബ്സൈറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നിങ്ങൾ യൂട്യൂബിലേക്ക് വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട അതിൻ്റെ സൈഡിൽ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ മച്ചവരെ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് താപ്പോട്ട് നിൽക്കിയിട്ട് 2 ചാനലുണ്ട്, അത് 2 സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം അതിൻ്റെ ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ബെൽ ഐക്കൺ നിങ്ങൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ തിരിച്ച് നമ്മുടെ ക്രോം ബ്രൗസറിലേക്ക് വരിക. ശേഷം നിങ്ങൾ ഗോ ടു വെബ്സൈറ്റ് എന്നുള്ള ബ്ലാക്ക് ബട്ടനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഡായി എത്തുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, എനിക്ക് ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ലോഗോ കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രൂഫ് കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഫോളോവേഴ്സും കാര്യങ്ങളും കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം മച്ചാന്മാരെ, അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മേളിൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കണ്ടോ, ഇത് ലോഗിൻ ബട്ടനാണ്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഭാഷ തുർക്കിയാണ്, അതാണ് അങ്ങനെ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പം അത് ലോഗിൻ ബട്ടനായിട്ട് തന്നെ നിങ്ങൾ കാണുക, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം എനിക്ക് ചില ഭാഗങ്ങളൊക്കെ ബ്ലർ ആക്കേണ്ടതായിട്ടുണ്ട്, കാരണം അവിടെ ഇൻസ്റ്റഗ്രാം ലോഗോ വരുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെലക്ട് ലാംഗ്വേജ് എന്നുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് ലാംഗ്വേജ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മളിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു ഫേക്ക് ID ക്രിയേറ്റ് ചെയ്യുക. ഒറിജിനൽ അക്കൗണ്ട് ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യരുത്. ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഈ വെബ്സൈറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അത് നിങ്ങൾ പുതിയൊരു Gmail ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ച് പുതിയൊരു ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഫസ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു. ശേഷം ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുക. ശേഷം താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത പേജിലേക്ക് നമ്മൾ ലോഡായി എത്തുന്നതാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം ഗായ്സ്. ഓക്കെ, ഇനി പൊളിക്കണം, ഫോളോവേഴ്സ് വാരിക്കൂട്ടി പൊളിക്കണം കേട്ടോ. ഓക്കെ, താല്പര്യമുള്ളവർ ചെയ്യുക, ഇതേപോലെ ഫോളോവേഴ്സ് കൂട്ടാൻ ഉള്ളവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മച്ചാന്മാരെ, നമ്മുടെ സൈറ്റ് ഇവിടെ ലോഡായി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ലൈക്സ് കൂട്ടാം. ലൈക്സ് കൂട്ടണമെങ്കിൽ ഞാൻ ആ മാർക്ക് ചെയ്ത് കാണിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് നിൽക്കി വരുമ്പോൾ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടേണ്ടത് ഫോട്ടോയുടെ ലിങ്ക് കൊടുക്കുക. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. അപ്പം മച്ചാന്മാരെ, നമ്മളിവിടെ 280 എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ബട്ടൺ കണ്ടോ, അത് ഫോളോവേഴ്സ് കൂട്ടാനുള്ളതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് നിങ്ങൾ താപ്പോട്ട് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ഈ ബോക്സിനകത്ത് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുമ്പേ തന്നെ ഫോളോവേഴ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. ആൻഡ് നെക്സ്റ്റ്, നിങ്ങൾ ഫ്ലാഗ് റിവ്യൂ ഇൻസ്റ്റഗ്രാമിൽ ഓഫ് ആക്കിയിരിക്കണം. അതെങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടിട്ട് ഓഫ് ആക്കിയിട്ട് മാത്രമേ ഇത് ട്രൈ ചെയ്യാവുള്ളൂ, എന്നാലേ ഫോളോവേഴ്സ് കിട്ടൂ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ് എൻ്റർ ചെയ്യുന്നത്. നമ്മൾ ഈ സൈറ്റിൽ ലോഗിൻ ചെയ്തത് ഫേക്ക് അക്കൗണ്ടാണ്. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഫോളോവേഴ്സ് കൂട്ടുന്ന എടുത്ത് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ വെറും യൂസർ നെയിം മാത്രമാണ് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ഈ കാണുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് ലോഡായി വരും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, പൊളിച്ചെടുക്കണം. ഇനി ജസ്റ്റ് നിങ്ങൾ താപ്പോട്ട് നീക്കി വരിക. ഇനി ഇവിടെ സ്റ്റാർട്ട് 50 എന്നാണ് പറയുന്നത്. 50 ഫോളോവേഴ്സ് ഒന്നും 1 ക്ലിക്ക് കിട്ടത്തില്ല. ഒരു 10-30 ഫോളോവേഴ്സൊക്കെ കയറി ചിലപ്പോൾ 50 കിട്ടിയെന്നിരിക്കും കേട്ടോ. അത് മറ്റൊരു സത്യം. ഇനി നിങ്ങളിവിടെ സ്റ്റാർട്ട് എന്നുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക.
എന്നിട്ട് ഇവിടെ ഒരു ടൈമർ കാണാൻ സാധിക്കും. ഈ ടൈമർ 0 ആകുമ്പോഴത്തേക്കും കൃത്യം 50 ഫോളോവേഴ്സ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ വരുന്നതാണ്. ഇനി നിങ്ങളുടെ ഒരു ഡൗട്ട് എന്തുവാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുവാന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു ഫേക്ക് അക്കൗണ്ട് വെച്ച് ഇപ്പോൾ ഒരു 50 ഫോളോവേഴ്സിന് ഓർഡർ ചെയ്തല്ലോ, ഇനി നമുക്ക് എപ്പോഴാണ് ഫോളോസ് കൂട്ടാൻ പറ്റുക? ഈ ഇപ്പോൾ ലോഗിൻ ചെയ്ത ഈ ഫേക്ക് അക്കൗണ്ട് വെച്ച് ഇനി ഫോളോസ് കൂട്ടണമെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾക്ക് അപ്പം തന്നെ പിന്നെ ഫോളോവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ഫേക്ക് അക്കൗണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്ത് അതിന് ലോഗിൻ ചെയ്ത് അപ്പം തന്നെ ഫോളോസ് കൂട്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് എങ്ങനെ ലോഗൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേളിൽ തന്നെ ചെറിയൊരു ഐക്കൺ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ഏറ്റവും ലാസ്റ്റത്തെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് സിംപ്ലി ലോഗൗട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലത്തെ ഒരു കിടിലം വെബ്സൈറ്റാണിത്. അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രൂഫ് എനിക്ക് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് വീഡിയോയിൽ കാണിച്ചാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് ചാനൽ തന്നെ ടെർമിനേറ്റ് ആകും. അതുകൊണ്ടാണ് എനിക്ക് ആദ്യമത്തെ എൻ്റെ യൂട്യൂബ് ചാനലില്ല, അതിൽ 3-4 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടാണ് ചാനൽ പോയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.